Good morning, everyone. Happy to see you. അപ്പോൾ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നമ്മളെ മാത്തിലോട്ട് നമ്മളൊരു ഡിറ്റർമിനേഷനോട് യോഗ ചെയ്യാനായിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് യോഗയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 2 ദിവസം ഫസ്റ്റ് സ്ട്രെച്ചസ് ആണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. സ്ട്രെച്ചസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ചിങ്ങിനകത്ത് നമുക്ക് ബോഡി ഫുള്ള് നമ്മൾ അയച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ബോഡി ഫുള്ള് നമ്മുടെ ഹെഡ് ടു ടോ വരെ നമ്മളൊന്ന് റിലാക്സ് ആയി നമ്മൾ നല്ല സ്ട്രെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആസനാസ് എല്ലാം പഠിക്കാൻ പോകുന്നത് യോഗയിലോട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക് ആയി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡിക്ക് തന്നെ ഒരു സ്ട്രെച്ച് വേണം എന്നിട്ടേ ഈ ആസനാസിലോട്ട് കിടക്കുന്നുള്ളൂ എന്ന് തോന്നുകയാണെങ്കിലും എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഈ 4 വീഡിയോസ് ചെയ്യുക. അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരെണ്ണം ചെയ്ത് ഓക്കെ ഞാനത് പഠിച്ചു എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. കാരണം നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന എക്സസൈസുകളാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമ്മുടെ ബോഡിക്ക് ആ ഒരു ഫ്ലെക്സ് കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആസന സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആസന സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ബോഡി ഒരു പൊസിഷൻ തന്നെ നമ്മൾ കുറച്ച് നേരം നിർത്തും. ഓക്കെ, അപ്പം ബോഡിക്ക് വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെച്ചിങ്സ് ആദ്യം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് സ്ട്രെച്ചിങ്ങിലോട്ട് പോവാം. 2 ഡേയ്സ് സ്ട്രെച്ചിങ് വരുന്നതിനകത്ത് ഫുള്ള് നമ്മൾ ഇരുന്ന് കൊണ്ടുള്ള സ്ട്രെച്ചസ് ആണ്. ഇരുന്ന് കൊണ്ടുള്ള സ്ട്രെച്ചസ് ആണ് വരുന്നത്. അപ്പൊ ഇരുന്നുള്ള സ്ട്രെച്ചസ് നമുക്ക് എന്തിനും ചെയ്യാം. നമ്മള് പീരീഡ്സ് വരത്തില്ലേ, പീരീഡ് ക്രാമ്പ്, നമുക്ക് വയറുവേദന വരും, കാലുകഴപ്പ് വരും, ഓക്കെ, അങ്ങനെ വരുന്ന അസ്വസ്ഥ, ഹോർമോൺ ഇംബാലൻസ് വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 സ്ട്രെച്ചസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഡേ 1ലെയും ഡേ 2ലെയും പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ എന്ത് ചെയ്യാം, പീരീഡ് സമയത്ത് ചെയ്യാം. ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. നമ്മളിവിടെ പെയിൻ ഒക്കെ വരുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ നമ്മുടെ സ്റ്റൊമക്കിന്റെ അവിടെ ഭാഗത്ത് വേദന കാണും, ടൈൽസിന്റെ അവിടെയൊക്കെ വേദന കാണും. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കണ്ണുകൾ അടച്ചിരിക്കാം. കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി നമ്മളെ ബോഡിയിലോട്ട് ഫോക്കസ് കൊണ്ടുവരാം. ചുറ്റും കേൾക്കുന്ന സൗണ്ടുകൾ ശ്രദ്ധിക്കാം. സ്ലോലി ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇൻഹേലും എക്സേലും ശ്രദ്ധിക്കും. നട്ടൽ നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. കൈകൾ കൂട്ടിത്തിരുമി ആ ചൂട് മുഖത്ത് വയ്ക്കുക. അല്ല, അമർത്തി പ്രസ് ചെയ്യുക. നമസ്തേ. ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയറിനാണെങ്കിൽ ഫോക്കസ് മൊത്തം വന്നു. വയറിനുള്ള ഒരു എന്താ പിടുത്തം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഫോക്കസ് എക്സസൈസും ചെയ്യുന്നത്. അപ്പൊ കൈകൾ രണ്ടും സൈഡിലോട്ട് വെച്ച് ഞാൻ ചെയ്ത് നോക്കുക. സാവധാനം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കറങ്ങി വരും. കണ്ടോ, ഇങ്ങനെ കറങ്ങി വരും. ചെയ്യാം. സ്ലോലി ബാക്ക് ബോൺ നിവർത്തി വെച്ച് നിവർന്നിരിക്കുക. നിവർന്നിരിക്കുക. എന്നിട്ട് സാവധാനം നിങ്ങൾ ഒരു ഭാഗത്തുകൂടി റൈറ്റ് സൈഡിലൂടെ പതുക്കെ മുമ്പോട്ട് പോയി ബാക്കിലോട്ട് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. സാവധാനം കണ്ടിന്യൂ. നമ്മളെ ബോഡിക്ക് എല്ലാ സൈഡിലും ഒരു സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അത് തന്നെ, പോട്ടെ പോട്ടെ. ഇനി അതിന്റെ കൂടെ പതുക്കെ ഇൻഹെയിലും എക്സെയിലും കൂടി ചെയ്യാം. ഫ്രണ്ടിലോട്ട് വരും ഇൻഹെയിൽ, ബാക്കിലോട്ട് എക്സെയിൽ. കണ്ടിന്യൂ ചെയ്യാം. പണ്ട് അരിയാട്ടത്തില്ലേ, അരിയാട്ടുമ്പം എന്റെ മേളിലത്തെ നമ്മളിങ്ങനെ ആട്ടത്തില്ലേ, അതേ കണക്ക് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ബാക്കിലോട്ട് ഇങ്ങോട്ട്. ആ ബാക്ക് ബോണിലെ സ്ട്രെച്ച് ശ്രദ്ധിക്കുക. ഫ്രണ്ടിലോട്ട് ബാക്ക് ബോണിൽ കിട്ടുന്ന സ്ട്രെച്ചും
സൈഡിലെ മസിൽസിന് കിട്ടുന്ന സ്ട്രെച്ച് ഒക്കെ ഉണ്ടോ, ഇവിടെ കിട്ടുന്ന മസിൽസിന് സ്ട്രെച്ച് ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ നല്ല പോലെ നമ്മുടെ ബോഡിയായിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ വരും. എവിടെയെങ്കിലും കൊളുത്തിപ്പിടുത്തവോ വേദനയോ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ നിർത്തണം, പിന്നെ കണ്ടിന്യൂ ചെയ്യരുത്. അവിടെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് വിട്ടിട്ട് വെയിറ്റ് ചെയ്യാം അടുത്തതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊരു ഇപ്പം ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു ഒരു ഫ്രീ ആയിട്ടുണ്ടല്ലോ അവിടുത്തെ മസിൽസ്. നമുക്ക് ആ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തോ, തിരിച്ച് ഇൻഹെയിൽ എക്സെയിൽ ഫ്രണ്ടിലോട്ട്. കണ്ണട ചെയ്തോ, ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ എക്സെയിൽ. ഇൻഹെയിൽ സന്തോഷത്തോടെ എക്സെയിൽ. രണ്ടു വട്ടം കൂടി ഇൻഹെയിൽ എക്സെയിൽ. ഒരു വട്ടം കൂടി ഇൻഹെയിൽ സന്തോഷത്തോടെ എക്സെയിൽ. പതുക്കെ നിവർന്നിരിക്കും. നിവർന്ന് ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആക്കി കണ്ണടച്ചിരുന്നേ. ദീർഘശ്വാസം എടുത്തു വിടണമെങ്കിൽ ദീർഘശ്വാസം എടുത്തു വിടുക. ബാക്ക് ബോൺ കിട്ടിയ സ്ട്രെച്ച് ശ്രദ്ധിക്കുക. സാവധാനം കണ്ണുകൾ തുറന്ന് നമ്മളെ കാലുകൾ നീട്ടി വെക്കുക. കാലുകൾ നീട്ടി വെക്കുക. ഓക്കെ, കാലുകൾ നീട്ടി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത കണക്ക് തന്നെ സ്ട്രെച്ച് കൊടുക്കുക. ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് സ്ട്രെച്ച് കൊടുക്കുക. ബ്രീത്ത് നോർമലായി കൊണ്ടുവരിക. ഓക്കെ, നമ്മളെ കാലിന്റെ തുട മുതൽ കാല് വരെ പതുക്കെ ഒന്ന് മസാജ് ചെയ്തേ. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ബോൺ ഉൾപ്പെടെ വലിയും. നമുക്ക് എത്തുന്ന ഇടം വരെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്ര മസാജ് ചെയ്താൽ മതി. തിരിച്ചു മതിയാ. തിരിച്ച് പോട്ടെ. പതുക്കെ മസാജ് ചെയ്തെടുത്ത് ഇവിടെ വരെയാണോ എത്തുന്ന അവിടെ വരെ എത്തുക. തിരിച്ച് ഓക്കെ, ഒരു വട്ടം കൂടി. ഇനി കാലുകൾ പതുക്കെ എടുത്ത് അകത്തോട്ട് വെക്കുക. ഒരു കാൽ റൈറ്റ് ലെഗ് എടുത്ത് നമ്മുടെ ലെഫ്റ്റ് തൈയെ ചവിട്ട് നടക്കണ്ടോ ഇങ്ങനെ വെക്കുക. മറ്റേ കാൽ നീണ്ടിരിക്കുക. നമ്മൾ റൈറ്റ് ലെഗ് എടുത്ത് നമ്മൾ ചേർത്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് കൈ ബാക്കിൽ വെച്ചിട്ട് കണ്ടോ, റൈറ്റ് ഹാൻഡ് ബാക്കിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ലെഫ്റ്റ് പിടിച്ചേ. ഓക്കെ, ഇനി സാവധാനം ആ കുത്തിവെച്ച റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് കൊണ്ടുവന്ന് എവിടെ വരെ വയ്ക്കാൻ പറ്റും അവിടെ വരെ, ഇവിടെ വരെ വെച്ചാൽ ചെവിയിൽ ചേർത്ത് നീട്ടി വെക്കുക. സാവധാനം തിരിച്ച് കൊണ്ടുവന്ന് താഴെ വെക്കുക. കാല് റിലാക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ കാല് തന്നെ നമ്മൾ എടുത്ത് കുറച്ചും കൂടി മുകളിലോട്ട് വെക്കും. കണ്ടോ, എന്നിട്ട് നമ്മൾ ഒരു കുഞ്ഞിനേക്ക് എടുക്കുന്ന പോലെ രണ്ട് കൈ കൂടി വെച്ചെടുക്കുക. എന്നിട്ട് നിവർന്നിരിക്കുക. ഓക്കെ, നിവർന്നിരിക്കുക. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു കുഞ്ഞിരിപ്പുണ്ടെന്ന് ആലോചിക്കുക. നല്ല ഭാഗം ഇരിപ്പുണ്ട്, നല്ല കാലിന്റെ ഭാഗം ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. കുഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. വാവോ, ചിരിച്ചേ. സന്തോഷത്തോടെ ചെയ്യണം. രാവിലെ തന്നെ നമ്മളെ മൂഡ് എന്ത് ചെയ്യും, ബൂസ്റ്റ് ആവും. പിന്നെ എല്ലാവരും പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ മുട്ടൊന്ന് തലയൊന്ന് ഉഴിഞ്ഞു കൊടുക്കുക. ഉള്ള എന്നിട്ട് ആ കാലെടുത്ത് തിരിച്ചു വയ്ക്കും. നല്ലൊരു സ്ട്രെച്ച് ഇട്ടില്ലേ, സുഖമില്ലേ? ഇനി ആ കാല് തന്നെ രണ്ട് കൈയും ചേർത്ത് മേളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഷേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത ലെഫ്റ്റ് ലെഗ് അതേ കണക്ക് തന്നെ എടുത്ത് വെക്കുക. റൈറ്റ് തൈയെ ചവിട്ടി പിടിച്ച് വെച്ചേക്കുക, ചേർത്ത് വെക്കുക. ഇത്രയും ചേർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പറ്റുന്നത് അവിടെ ബെൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. ചേർക്കാൻ പറ്റുന്നത്രോളം ചേർക്കുക. ക്ലിയർ ആയോ? എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിൽ കുത്തുക. എന്നിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ച് ഫ്രണ്ടിലോട്ടൊന്ന് പിടിക്കുക നമ്മളെ കാലില്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് പതുക്കെ ഉയർത്തി ചെവിയിൽ തട്ടിച്ച് വയ്ക്കുക. നല്ലൊരു സ്ട്രെച്ച് കിട്ടും, അത് ആസ്വദിക്കുക. പതുക്കെ റിലീസ്. നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. കാലെടുത്ത് മുകളിലോട്ട് വെക്കുക, താഴെയും മുകളിലുമായിട്ട് പിടിക്കുക. എന്നിട്ട് പതുക്കെ ഷേക്ക് എടുക്കാം. നമുക്ക് പീരീഡ്സ് സമയത്തൊക്കെ യോഗ ചെയ്യാം കേട്ടോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഹാർഡായിട്ടുള്ള എക്സസൈസുകളൊന്നും ചെയ്യരുതെന്നേ ഉള്ളൂ. നമുക്ക് സത്യം പറഞ്ഞാൽ യോഗ ചെയ്യുന്നത് പീരീഡ് സമയത്ത് റിലാക്സേഷൻ ആണ്. വേദനകളെല്ലാം മാറി കിട്ടും കേട്ടോ. ഹോർമോൺ ഇംബാലൻസ് മാറും, അല്ലെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നത് കറക്റ്റ് ആവും. നമുക്ക് ഒരു ഒരു ആശ്വാസം കിട്ടും. പതുക്കെ നിവർത്തി വെച്ചിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളെ കാലുകൾ രണ്ടും നമസ്കാര മുദ്ര കണക്ക് പിടിക്കുക. നമസ്കാര മുദ്ര പിടിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ പിടിക്കാൻ പറ്റും, ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ദൂരം വെച്ചിട്ട് ഇങ്ങനെ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് പിടിക്കാൻ നോക്കുക. മടക്കി കൊടുക്കുക, മടക്കി കൊടുക്കുക, ചേർത്ത് വയ്ക്കുക, മടക്കി കൊടുക്കുക. എവിടം വരെ എത്തുക അവിടെ വരെ എത്തുക. കൈ താഴെ ലോക്ക് ചെയ്ത് പിടിക്കുക. ഉണ്ടോ? എന്നിട്ട് നിവർന്നിരിക്കുക. സാവധാനം രണ്ട് സൈഡൊന്നും ഷേക്ക് ചെയ്തെടുക്കുക. ഇതാണ് ബട്ടർഫ്ലൈ പോസ്. ബട്ടർഫ്ലൈ പോസ്. ബട്ടർഫ്ലൈ ചിറക് അടിക്കുന്നത് പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. നിവർന്നിരിക്കുക. കണ്ടോ? അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് തന്നെ സ്ട്രെച്ചസ് ഇട്ടും നമ്മുടെ തൈസിലും വയറിലും ഒക്കെ സ്ട്രെച്ച് ഇട്ടും. നമ്മുടെ ഭരതനാട്യം കളിക്കുന്ന കുട്ടികളില്ലേ, അവർക്ക് ഈ അരമണ്ഡലം എല്ലാം കറക്റ്റാൻ വേണ്ടിയിട്ടും അവരുടെ പോസ് ഫുൾ ഇങ്ങനെ അരമണ്ഡലം സംഭവമല്ലേ, അതിനു വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണിത്. ഇപ്പൊ പതുക്കെ കാല് ഫ്രിഡ്ജ് രണ്ട് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തലയൊന്ന് വെയിറ്റ് താഴോട്ട് ചേർന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിരിക്കുക. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് ആ പോസ് ശ്രദ്ധിക്കുക. ബ്രീത്ത് ശ്രദ്ധിക്കുക. രണ്ട് ദീർഘശ്വാസം എടുത്ത് വിടാം. Inhale, exhale. Inhale, exhale. ഒരു വട്ടം കൂടി ഇൻഹേൽ, എക്സേൽ. പതുക്കെ നിവർന്ന് 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 വരിക. കാലുകൾ സാവധാനം ചേർത്ത് വെക്കുക, അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് വെട്ടി ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ചേർത്തിരിക്കും, നിവർന്നിരിക്കും.
കണ്ണുകൾ അടച്ചിരിക്കുക. നമ്മുടെ ബോഡിയിൽ ഇപ്പൊ കിട്ടിയ സ്ട്രെച്ചസ് എല്ലാം ശ്രദ്ധിക്കുക. സാവധാനം നിങ്ങൾ തല മുട്ടിലേക്ക് വെക്കുക. സാവധാനം നിവർന്നു വരിക. റിലാക്സ്. സുഹാസനയിലേക്ക് വരാം. ഇനി നമ്മൾ പതുക്കെ കാലുകൾ ബാക്കിലോട്ട് എടുത്ത് വജ്രാസനയിലേക്ക് വരാം. ഓക്കെ, വജ്രാസനയിലേക്ക് വരാം. എന്നിട്ട് സാവധാനം മുമ്പിലോട്ടാഞ്ഞ് തല തറയിൽ മുട്ടിക്കുക. സാവധാനം നിവർന്നു വരിക. ഒന്നുകൂടി സാവധാനം തല തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. സാവധാനം നിവർന്നു വരിക. സാവധാനം രണ്ടു വട്ടം കൂടി ചെയ്യാം. ഓക്കെ, നമ്മള് ശ്വാസം നല്ലോണം എടുക്കാം. എക്സേൽ താഴോട്ട്, ഇൻഹേൽ മുകളിലോട്ട്. ഓക്കെ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, റിലീസ്. എന്നിട്ട് നമ്മൾ കാല് മാക്സിമം അകത്തി തറയിലിരിക്കാൻ ശ്രമിക്കുക. കണ്ടോ, മാക്സിമം അകത്തി തറയിലിരിക്കാൻ ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ ബാക്ക് അല്ല, പിന്നെ ബട്ടക്സ് ഭാഗം എല്ലാം തറയിൽ ടച്ച് ചെയ്തിരിക്കുക. കണ്ടോ, അത് നല്ലൊരു സ്ട്രെച്ചാണ്. ഇത് ഫുള്ള് സ്ട്രെച്ചസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിക്കും വയറിനും എല്ലാം നല്ലൊരു സ്ട്രെച്ച് കിട്ടും. ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. ആ പൊസിഷൻ ശ്രദ്ധിക്കുക. സാവധാനം തിരിച്ചു വന്ന് കാലുകൾ തന്നെ ഇങ്ങനെ ബാക്കിൽ ചേർത്തിട്ട് കാലിലോട്ട് ഇരുന്ന് കൊടുക്കുക. കണ്ടോ, ഇരുന്ന് കൊടുക്കുക. എന്നിട്ട് പതുക്കെ 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 മാറ്റിലെ ഫ്രണ്ടിലോട്ട് കൈ കൊണ്ടുവന്നിട്ട് കിടക്കുക. ഇതാണ് എക്സ്റ്റെൻഡഡ് ചൈൽഡ് പോസ്. ഈ പോസിൽ കിടക്കുക. സാവധാനം ഉയർന്നു വന്ന് 4 കാലിൽ നിൽക്കുക. 4 കാലിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ബേസ് ആയിരിക്കണം. നമുക്ക് എവിടെയും പിടുത്തോ ഒന്നും പാടില്ല. കൈക്ക് വേദന ഉണ്ടെങ്കിൽ ചെയ്യരുത്. കാല് കണ്ടെങ്കിൽ ആയിട്ടില്ല. കണ്ടോ, കാല് തറയിൽ മുട്ടിയിരിക്കണം. സ്ട്രോങ് ആയിരിക്കണം. നമുക്കറിയാം നമ്മളെ കാറ്റ് കൗ പോസ് ചെയ്യാൻ പോവാം. എന്തെങ്കിലും ചെയ്യാതെ കാറ്റ് കൗ പോസ് ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചോ, സ്ലോലി ഇൻഹെയിൽ, മുകളിലോട്ട് ചെസ്റ്റ് ഓപ്പൺ. ഓക്കെ, ബ്രീത്ത് നോർമൽ ആക്കുക. ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എൻജോയ് ചെയ്യുക. എക്സേൽ, കണ്ടിന്യൂ ചെയ്യുക. ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ. രണ്ടു വട്ടം കൂടി. ഇൻഹെയിൽ, ചെസ്റ്റ് ഓപ്പൺ, ചെസ്റ്റ് ഓപ്പൺ, ചെസ്റ്റ് ഓപ്പൺ, എക്സേൽ. ദൂരോട്ട് 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 സ്ട്രെച്ച് ചെയ്യുക. ഒരു വട്ടം കൂടി. ഇൻഹെയിൽ, എക്സേൽ,
ഹോൾഡ് ചെയ്യുക, റിലാക്സ്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ടേബിൾ ടോപ്പ് ആണ്, ടേബിളാണ് നിൽക്കുകയാണ് ഇപ്പൊ. അത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ കുറച്ചും കൂടി നടുക്കോട്ട് വെക്കും. നമ്മൾ ഇരുന്ന പൊസിഷനിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് കുറച്ചുകൂടി നടുക്കോട്ട് വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യും? മുകളിലോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. കണ്ടോ? എന്നിട്ട് പതുക്കെ അത് താഴെ കൊണ്ടുവരും. അതിനൊക്കെ തന്നെ റൈറ്റ് ഹാൻഡ് കുറച്ച് സെന്ററിൽ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പൺ ചെയ്യും, തിരിച്ചും വരും. അപ്പൊ മുകളിലോട്ട് പോകുമ്പോൾ ഇൻഹെയിലും താഴോട്ട് വരുമ്പോൾ എക്സെയിലും ചെയ്യാം. അപ്പൊ നമ്മൾ നിന്ന പൊസിഷനിൽ നിന്ന് ആദ്യമേ ലെഫ്റ്റ് ഹാൻഡ് സെന്ററിലോട്ട് കൊണ്ടുവരിക, റൈറ്റ് ഹാൻഡ് അവിടെ നിന്ന് എടുത്തിട്ട് സ്ലോലി ഇൻഹെയിൽ, ചെസ്റ്റ് ഓപ്പൺ, എക്സെയിൽ, ഓപ്പോസിറ്റ് സൈഡ് ഇൻഹെയിൽ, എക്സെയിൽ. കണ്ടിന്യൂ ചെയ്യാം. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, exhale, inhale, exhale, inhale, exhale. രണ്ട് തവണ inhale, exhale, inhale, exhale. എൻജോയ് ചെയ്ത് ഒരു തവണ inhale, exhale, inhale, exhale, relax. കൈകൾ ബാക്ക് കൊണ്ടുവരിക, റിലാക്സ് ചെയ്യാം. ബാക്കിലോട്ട് ചൈൽഡ് പോസ് ഇരിക്കാം, റിലാക്സ് ചെയ്യാം. നമ്മൾ എപ്പോഴും റിലാക്സ് ചെയ്ത പോസാണ് ചൈൽഡ് പോസ് കേട്ടോ. ജസ്റ്റ് റിലാക്സ് ചെയ്യാം. ബ്രീത്ത് നോർമൽ ആക്കുക. ഓക്കെ, സാവധാനം തിരിച്ച് ടേബിൾ ടോപ്പ് പൊസിഷനിൽ വരിക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണുക. നമ്മൾ ഇൻഹെയിൽ പറഞ്ഞില്ലേ, റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് പൊക്കി അത് താഴെ കൊണ്ടുവന്നിട്ടേ ഇങ്ങോട്ട് കണ്ടോ കൊണ്ടുവന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ചെവി അവിടെ നിന്ന് കണ്ടോ ഈ പൊസിഷനിൽ കിടക്കും. എന്നിട്ട് ഈ കൈ നീട്ടി വെക്കും. കണ്ടോ? എവിടെയെങ്കിലും പിടുത്തമൊക്കെ വരികയാണെങ്കിൽ ചെയ്യരുത്. അതാണെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ബ്രീത്ത് നോർമൽ ആക്കുക. നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. സ്ലോലി ഇൻഹെയിൽ, എക്സെയിൽ, പതുക്കെ കിടന്നൊക്കെ. ബ്രീത്ത് നോർമൽ. യു ആർ ഡൂയിങ് ഇറ്റ് വണ്ടർഫുള്ളി. അടിപൊളി. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പതുക്കെ ഉയർത്തി ഫ്രണ്ടിലോട്ടൊന്ന് പിടിച്ചേക്കുക. നമ്മളും ഭൂമിയായിട്ടുള്ള കണക്ഷൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. നമ്മളെ ബോഡിയിലെ ഫുൾ നെഗറ്റീവ് എനർജിയും ഭൂമിയിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. ഭൂമിയിലെ എല്ലാ പോസിറ്റീവ് എനർജിയും നമ്മളിലേക്ക് വന്ന് നിറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ തലയിൽ നല്ല ബ്രൈറ്റ്നെസ് വരുന്നത് ശ്രദ്ധിക്കുക. സ്ലോലി അൺട്രാവൽ. പതുക്കെ കൈ തിരിച്ചുകൊണ്ടുവന്ന് പിടിച്ചിട്ട് എടുത്ത് വെക്കും. ഇതൊക്കെ നമുക്കിനി ലെഫ്റ്റ് സൈഡ് ചെയ്യാം. ഇൻഹെയിൽ, എക്സെയിൽ, പതുക്കെ. കൈ പതുക്കെ റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കാം, റിലാക്സ് ചെയ്തിരിക്കാം. എൻജോയ് ദാറ്റ് പൊസിഷൻ. ബ്രീത്ത് നോർമൽ ആണ്.
Slowly unravel. ബാക്കിലോട്ട് ഇരുന്ന് കൊടുക്കുക. ചൈൽഡ് പോസ്. കൈ നമസ്കാര മുദ്ര പിടിക്കുക. നമ്മൾ തലയുടെ മുകളിലൊത്ത് എഴുതി പിടിക്കുക. സാവധാനം കൈ താഴ്ത്തി നിവർന്നു വരിക. സാവധാനം സുഖാസനയിലേക്ക് വരാം. ഇത് നോർമൽ ആക്കുക. കാലുകൾ നീട്ടി വെക്കുക. ബാക്കിലോട്ട് കിടക്കുക. ബാക്കിലോട്ട് കിടക്കുക. എന്നെ കാണുന്നുണ്ടല്ലോ. നമ്മളെ കൈ മലർത്തി വെക്കുക. എന്നിട്ട് നമ്മളെ കാലുകൾ സാവധാനം എടുത്ത് കുത്തിവെക്കുക. എന്ന് രണ്ട് സൈഡിലോട്ടുമാക്കി നമസ്കാര മുദ്ര കണക്ക് വെച്ചേക്കുക. എന്നിട്ട് നമ്മളെ കൈ എടുത്ത് വയറിൽ വെക്കുക. ജസ്റ്റ് നല്ലൊരു ഒന്ന് ഒഴിഞ്ഞു വിടുക. എവിടെയാണോ പെയിൻ ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു വിടുക. വണ്ടർഫുൾ ക്രിയേച്ചേഴ്സ്. നമുക്ക് ഒരുപാട് കഴിവുകളും പവേഴ്സും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ അവിടെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അതിന്റെ ഒരു ചെറിയൊരു ബൂസ്റ്റ് ആണ് എനിക്ക് പറയുന്നത് നമ്മുടെ എക്സസൈസുകൾ എന്ന് പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു മടി പിടിച്ച അവസ്ഥയായിരിക്കും. ഓക്കെ, കാലുകൾ ചേർത്ത് ഒരു സൈഡിലോട്ട് രണ്ടും കൂടി വെക്കുക. അപ്പൊ നമ്മുടെ ബോഡിയുടെ സൈഡിൽ ഒരു സ്ട്രെച്ച് ഇട്ട് എന്നിട്ട് കൈകൾ പിടിച്ചിട്ട് സ്ട്രെച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സെന്ററിൽ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് സൈഡ്. എന്നിട്ട് നമ്മുടെ ഏത് സൈഡിലോട്ടാണ് കാല് വെച്ചത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കി കിടക്കും. ഒന്നും കൂടി ചെയ്യാം. ബ്രീത്ത് നോർമൽ ആണ്. അപ്പർ സൈഡിലോട്ടും അതൊക്കെ ഒരു കാൽ നീട്ടി മറ്റേ കാല് നീട്ടി കൈകൾ അടുത്ത് ബോഡിയുടെ അടുത്ത് വെച്ച് മലർത്തിയിട്ട് റിലാക്സ് ആയിട്ടാണ്. നമ്മുടെ ബോഡിയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. തല മുതൽ കാല് വരെ റിലാക്സ് ആയി വരുന്നത് ശ്രദ്ധിക്കുക. ദീർഘശ്വാസം എടുത്തു വിടുക. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ വിടുക. ഒരു തീനാളം നമ്മൾ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ആ തീനാളം ശ്രദ്ധിക്കുക. ചുറ്റുപാടും പ്രകാശം പരക്കുന്നത് ശ്രദ്ധിക്കുക. മൂന്നാം കടലിലേക്ക് പിരിവത്തിന്റെ നടുക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ ഒരു മെഴുകുതിരി വെട്ടം ശ്രദ്ധിക്കുക.
തിരമാല, മൂന്നാം കണ്ണിൽ തിരമാലയുടെ തിരമാല അലയടിക്കുന്നത് ശ്രദ്ധിക്കുക. സ്ലോലി കൈകൾ ചേർത്ത് നമസ്കാരം പിടിച്ച് മൂന്നാം കണ്ണിലേക്ക് കൈകൾ വയ്ക്കും. Take a deep breath. Exhale through your mouth. Exhale through your mouth. Slowly കൈകൾ കൂട്ടിത്തിരുമി ആ സൗണ്ട് ശ്രമിച്ച് മുഖത്തിലേക്ക് കൈകൾ വയ്ക്കുക. മുടിക്കുള്ളൊന്ന് ഒഴിഞ്ഞിട്ട് വലതു ഭാഗം ചെരിഞ്ഞ് സാവധാനം എഴുന്നേറ്റ് വരും. ആസനം ഇരിക്കുക. നമസ്തേ. അവിടെ തന്നെ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അർജന്റായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ പോവാം. ഓക്കെ, ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.